നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. LIC ഹൗസ് ആൻഡ് ഫിനാൻസ് ലിമിറ്റഡിന്റെ അപ്രന്റീസ്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 192 ഒഴിവുകളാണുള്ളത്. കേരളത്തിലും ഒഴിവുകളുണ്ട്. കേരളത്തിൽ 6 ഒഴിവുകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓൺ ദി ജോബ് ട്രെയിനിങ് ആണെന്നുള്ളതാണ്. ഫ്രഷ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിന് നല്ല രീതിയിലുള്ള സോഫ്റ്റ് സ്കിൽസ്, ഡൊമൈൻ നോളജ്, അങ്ങനെ ഒരു റിയൽ ടൈം ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് കിട്ടത്തക്ക രീതിയിലാണ് ഈ അപ്രന്റീസ്ഷിപ്പ് ചെയ്യിപ്പിക്കുന്നത് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. തീർച്ചയായും ഒരു വർഷത്തേക്കായിരിക്കും ഈ അപ്രന്റീസ്ഷിപ്പ് അവസരം ലഭിക്കുകയെങ്കിലും അത് ഭാവിയിലെ കരിയറിന് പ്രയോജനം ചെയ്യും എന്ന കാര്യം മനസ്സിലാക്കുക. ഒരു ജോലിയായിട്ട് കൂട്ടണ്ട എങ്കിൽ പോലും, സ്ഥിരം ജോലിയല്ല എങ്കിൽ പോലും അത് നമ്മുടെ ഒരു കരിയറിലെ ഒരു നല്ലൊരു അവസരമായിട്ട് കണ്ടുകൊണ്ട് താല്പര്യമുള്ള ഒരു അവസരം പ്രയോജനപ്പെടുത്തുക എന്നാണ് ആദ്യം പറയാനുള്ളത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുകയും അതുപോലെ എലിജിബിൾ ആയിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക. നമുക്ക് ഇതിന് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ അപ്രന്റീസ്ഷിപ്പാണ്. ഒരു വർഷത്തേക്കായിരിക്കും നിയമനം. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ തുടർ നിയമനം ഒന്നും ലഭിക്കത്തില്ല. എങ്കിൽ പോലും ശരിക്കുമുള്ള ഒരു റിയൽ ടൈം ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ് ലഭിക്കുന്നത് എന്നതിനാൽ ഭാവിയിലെ കരിയറിന് തീർച്ചയായും പ്രയോജനം ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് സർട്ടിഫിക്കറ്റും പ്രൊവിഷൻസി സർട്ടിഫിക്കറ്റും കിട്ടും. അത് തീർച്ചയായും വാല്യബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് കാര്യം മനസ്സിലാക്കുക. ആകെ വേക്കൻസികളുടെ എണ്ണം 192 ആണ്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണ് 192 വേക്കൻസികൾ. ഒരു വർഷത്തേക്ക്, അതായത് 12 മാസത്തേക്കായിരിക്കും അപ്രന്റീസ്ഷിപ്പ് അവസരം ലഭിക്കുക. 2025 നവംബർ 1-നാണ് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം ആരംഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. ടെൻറ്റേറ്റീവ് ആണ്, ചെറിയ ഡ്യൂറേഷൻ വരാം. സ്റ്റൈപ്പൻഡായിട്ട് പ്രതിമാസം 12,000 രൂപ ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായം പറഞ്ഞിട്ടുള്ളത് 20 മുതൽ 25 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദം 2025 സെപ്റ്റംബർ 1 നേടിയവരായിരിക്കണം. അതായത് 2021 സെപ്റ്റംബർ 1 മുതൽ 2025 സെപ്റ്റംബർ 1 ഇടയ്ക്ക് ബിരുദം നേടിയ എല്ലാവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം മനസ്സിലാക്കുക. നേരത്തെ ഈ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവരോ അല്ലെങ്കിൽ ചെയ്ത് ഇടയ്ക്ക് നിർത്തിയവരോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവരോ ഒന്നും ഇതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക. ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള. ഓൺലൈനകത്ത് അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട NITS പോർട്ടലായ https://nits.education.gov.in എന്ന സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിന് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, സ്റ്റുഡൻറ്റ് രജിസ്റ്റർ എന്ന് എഴുതുക, അത് ലോഗിൻ ചെയ്ത ശേഷം ആവശ്യമായ ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യുക. അതിനുശേഷം ആണ് ലോഗിൻ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആപ്ലിക്കേഷൻ ഒക്കെ ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യുക എന്ന കാര്യം മനസ്സിലാക്കുക. അതിനായിട്ട് നിങ്ങൾ https://nits.education.gov.in/student_type.php എന്ന സൈറ്റിൽ നിങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ നേരിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാൻ ഡീറ്റെയിൽസ് ചെയ്യാൻ പറയാം. അതിൽ എൻട്രൻസ് എക്സാമിനേഷൻ വഴിയായിരിക്കും സെലക്ഷൻ ഉണ്ടാവും. എൻട്രൻസ് എക്സാമിന് ടോപ്പിക് 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബേസിക് ബാങ്കിങ്, ഇൻവെസ്റ്റ്മെന്റ്, ഇൻഷുറൻസോട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ, അതായത് 60 മിനിറ്റ് എഴുതുന്ന പരീക്ഷയായിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സും OBC കാൻഡിഡേറ്റ്സും 944 രൂപയാണ് ഫീസ്. SC/ST വനിതാ കാൻഡിഡേറ്റ്സും 708 രൂപയും ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ 472 രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി നമ്മൾ അപേക്ഷിക്കുന്ന ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അതിലേക്ക് നിങ്ങൾ 2025 സെപ്റ്റംബർ 24 വരെയാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇതിൽ സംശയമായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി info@bfsissc.com എന്ന ഇമെയിലിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. വേക്കൻസികളുടെ എണ്ണം 392. കേരളത്തിലെ വേക്കൻസികൾ 6 എണ്ണമാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രതിമാസം തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് 12,000 രൂപയായിരിക്കും സ്റ്റൈപ്പൻഡ് ലഭിക്കുക. കേരളത്തിലെ 6 വേക്കൻസികൾ എവിടെയൊക്കെയാണെന്നുള്ള സ്ഥലവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ വേക്കൻസികളെ എറണാകുളം, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ എന്നിവിടെയാണ്. തൃശ്ശൂർ 2 വേക്കൻസികളുണ്ട് എന്ന കാര്യം കൂടി എറണാകുളം, കൊല്ലം, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ 2 വേക്കൻസി. ബാക്കി എല്ലാവർക്കും ഓരോ വേക്കൻസികളാണുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടത് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.